ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യം എന്തെന്നാൽ, മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥിയല്ലായിരുന്നു. ട്യൂഷൻ സെൻ്ററുമായിട്ട് ഷഹബാസിന് യാതൊരുവിധ ബന്ധവുമില്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്ന് നമ്മളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് കുട്ടികൾ ആവേശം സിനിമ കണ്ടിട്ട്, എടാമോനെ എന്ന് വിളിക്കുന്ന സിനിമ കണ്ടിട്ട് റൗഡികളുടെ സംഘത്തിൽ ചേരാൻ പോയിട്ടുള്ള ഒരു പോലീസ് റിപ്പോർട്ട്, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു പോലീസ് റിപ്പോർട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആ സിനിമയിൽ അങ്ങനെയാണല്ലോ കാണിക്കുന്നത്, അല്ലേ? ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം കുറച്ച് നാളുകളായിട്ട് ഞാൻ കാണുന്നൊരു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് എന്റെയൊക്കെ സ്കൂൾ കാലത്ത് നമ്മളുടെയൊക്കെ റോൾ മോഡൽസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ശ്രീ APJ അബ്ദുൽ കലാം, അല്ലെങ്കിൽ ശ്രീ രത്തൻ ടാറ്റ, അല്ലെങ്കിൽ വലിയ എഴുത്തുകാർ, അല്ലെങ്കിൽ മറ്റ് IAS IPS ഉദ്യോഗസ്ഥർ ഒക്കെ ആയിരുന്നു നമ്മളുടെ റോൾ മോഡലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ, എല്ലാ കുട്ടികളും എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്, മറിച്ച് കുട്ടികളിലെ ഒരു നിശ്ചിത ശതമാനത്തിന്റെ റോൾ മോഡൽസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ കേരള മണ്ണിന് ഭാരമായിട്ട് ജീവിക്കുന്ന ഒരു വർഗ്ഗമുണ്ട്, ഗുണ്ടകൾ, അല്ലേ? ഈ സാമൂഹ്യ വിരുദ്ധരുണ്ട്. ഈ സാമൂഹ്യ വിരുദ്ധരാണ് ഇവരുടെയൊക്കെ റോൾ മോഡൽസ് എന്നുള്ളത്. ഇവർക്കൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. പണ്ട് ഒളിച്ചും പാത്തും ജീവിച്ചിരുന്നവർ ഇന്ന് മുഖ്യധാരയിലേക്ക് വന്നിട്ട് മറ്റേ BGM കയറ്റിയിട്ട് റീൽസ് ഇടുന്ന പരിപാടികളൊക്കെയാണ് ഇവർക്കുള്ളത്. അങ്ങനത്തെ റീൽസിന്റെ അടിയിലൊക്കെ വരുന്ന കമന്റ് കാണും: അണ്ണൻ ഉയരാണെണ്ണ, അണ്ണൻ പൊളിയാണെണ്ണ, അണ്ണനാണെണ്ണ എൻ്റെ ദൈവം, അണ്ണന് വേണ്ടി ഞാൻ ജീവൻ നൽകും. അതുപോലെ തന്നെ ഇവരുടെ ലോഗോയുള്ള ടീഷർട്ടുകളൊക്കെ ഇട്ട് കിടക്കുന്നു. അവരുടെ ലോഗോ പച്ച കുത്തുന്ന ഒരു കൂട്ടം കുട്ടികൾ വരെ ഇവിടെ ഉണ്ടെന്ന് ഓർക്കുമ്പോഴേക്കും ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നല്ല പഠിച്ചു മുന്നേറണം, നല്ല ഭാവി ഉണ്ടാകണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും അവരുടെ ജോലികൾ ചെയ്യുന്ന മറ്റൊരു വിഭാഗം കുട്ടികളും ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്തല്ല പറഞ്ഞത്, മറിച്ച് ഒരു വിഭാഗവും ഇങ്ങനെ നശിച്ചു വരുന്ന ഒരു തലമുറയിൽ പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ഗുണ്ടകൾ എന്നൊക്കെ പറയുന്നത് അത്രത്തോളം നമ്മൾ വെറുക്കപ്പെടേണ്ട, അത്രത്തോളം നമ്മൾ എല്ലാവരും കാർക്കിച്ച് തുപ്പേണ്ട ഒരു ടൈപ്പ് ഓഫ് ജനതയാണ് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നത്. അവർ തന്നെയാണ് പലപ്പോഴും കുത്തുക, വെട്ടുക, എന്തോ ഒരു അക്രമങ്ങളാണ് ഇവിടെ പെരുകി വരുന്നത്. അപ്പോൾ കുട്ടികൾക്കിടയിൽ അക്രമവാസനകൾ പെരുകാൻ ഒരുപക്ഷെ ഇവർ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സിനിമകൾ കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് റീസൺ കാരണമാകും എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലാതെ കാരണമാകില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ പ്രധാനമായിട്ട് ഈ ഒരു മുഹമ്മദ് ഷഹബാസിന്റെ കേസ്, അതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ക്രൈംസ്, അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒന്നുണ്ടല്ലേ, അതായത് 18 വയസ്സ് താഴെയുള്ള ഒരു വ്യക്തി, അതായത് 18 വയസ്സാകാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളപ്പോൾ പോലും ക്രൂരമായിട്ടുള്ള, ഇപ്പോൾ നിർഭയ കേസ് ഓർമ്മയുണ്ടല്ലോ, അല്ലെ? നിർഭയ കേസിൽ ഏറ്റവും കൂടുതലായിട്ട് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നത് 18 തികയാത്ത ആ പയ്യനായിരുന്നു. ബാക്കിയുള്ള എല്ലാവരെയും തൂക്കിക്കൊന്നു. പക്ഷേ ഈ പയ്യനെ മാത്രം 3 വർഷം തടവും കൊടുത്ത് അവനൊരു തയ്യൽ മെഷീനും പൈസയൊക്കെ കൊടുത്താണ് പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അവൻ നമുക്കിടയിൽ ജോലി ചെയ്യുന്നുണ്ടാകും, കാരണം അവന്റെ ഐഡന്റിറ്റി പോലും പുറത്തു വന്നില്ല. 18 താഴെയാണെങ്കിൽ അവരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല, ഫോട്ടോ വെളിപ്പെടുത്താൻ പാടില്ല, പരമാവധി 3 വർഷം മാത്രമേ തടവ് കിട്ടത്തുള്ളൂ, അല്ലേ? ഇതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ ചില പ്രശ്നങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികളെ ഒന്ന് ശാസിക്കാൻ പോലും അവർക്ക് പേടിയാണ്, അവർക്ക് പണി കിട്ടും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പോൾ ഒരുപാട്, പിന്നെ നമ്മുടെ സിനിമകളെ എങ്ങനെയാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന്റെ സത്യാവസ്ഥ, ഈ പറയുന്ന പോലെ തന്നെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഇനി നമുക്ക് മുഹമ്മദ് ഷഹബാസിന്റെ കേസിലേക്ക് വരാം. ആദ്യമേ എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിങ്ങളൊരു ബോർഡ് എക്സാമിന് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോർഡിന് നിങ്ങളെ എക്സാമിൽ നിന്നും ഡീബാർ ചെയ്യാൻ സാധിക്കും. അത് ആ എക്സാമിൽ നിന്ന് മാത്രമോ ആ വർഷം എഴുതുന്ന എല്ലാ എക്സാംസിൽ നിന്നോ അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ ഡീബാർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണല്ലേ. എന്നാൽ ഇവിടെ ഒരു പയ്യന്റെ ജീവൻ ക്രൂരമായിട്ട് അപഹരിച്ച്, ഒരു പയ്യനെ ക്രൂരമായിട്ട് കൊന്ന, ക്രൂരമെന്ന് വിശേഷിപ്പിക്കാൻ ഒരു കാരണമുണ്ട്, നിങ്ങൾക്കറിയാമോ? കാരണം ഈ ഷഹബാസിന്റെ തലയോട് പൊട്ടി, മനുഷ്യന്റെ തലയോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബലമുള്ളൊന്നാണ്. അത് പൊട്ടിക്കണമെങ്കിൽ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ആയം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അത്രത്തോളം മാരകമായിട്ടുള്ള പ്രഹരം ഏറ്റാൽ മാത്രമേ തലയോട് പൊട്ടത്തുള്ളൂ. അപ്പോൾ ആ തലയോട് പൊട്ടുക എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായിട്ടാണ് ആ ഒരു നഞ്ചൊക്കെ വെച്ച് അവനെ അടിച്ചിട്ടുള്ളത്, അല്ലേ? അങ്ങനെ ജീവനെടുത്ത, അങ്ങനെ ക്രൂരമായിട്ട് മൃഗീയമായിട്ട് അവനെ കൊന്ന 5 വിദ്യാർത്ഥികൾക്ക് എന്താ ചെയ്തത്? പരീക്ഷ ഡീബാർ ചെയ്തോ? അല്ല, പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതാനുള്ള പ്രത്യേക സെറ്റപ്പ്, അതായത് ജുവനൈൽ ഹോമിൽ പരീക്ഷ എഴുതാനുള്ള പ്രത്യേക സെറ്റപ്പ് നമ്മളുടെ സർക്കാർ ചെയ്തു കൊടുത്തു. എങ്ങനെ ഇരിക്കുന്നു? കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പാവം പയ്യനെ ക്രൂരമായിട്ട്, അതായത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്രൂരമായിട്ട് കൊന്ന ഇവന്മാർക്ക് സർക്കാർ സംരക്ഷണത്തിൽ, പോലീസ് സംരക്ഷണത്തിൽ പ്രത്യേക സെറ്റപ്പ് ഒരുക്കി കൊടുത്ത നമ്മളുടെ പ്രിയപ്പെട്ട കേരള സർക്കാരിന് എൻ്റെ അഭിവാദ്യങ്ങൾ കേട്ടോ. ഇതിൽ നിന്നും എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? അതായത് ക്രൂരമായിട്ട് പോലും കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുമെന്നോ? പരീക്ഷ എഴുതാനുള്ള അവരുടെ അവകാശമാണെന്നുള്ള മണ്ടൻ ന്യായങ്ങൾ, മുടന്ന ന്യായങ്ങൾ പറഞ്ഞിങ്ങോട്ട് വരരുത്. കാരണം ജീവൻ എടുത്തവർക്ക്, അതായത് ഒരുത്തൻ്റെ ജീവിക്കാനുള്ള അവകാശം ക്രൂരമായിട്ട് കവർന്നെടുത്തവർക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ന്യായം മാത്രം പറയരുത്. അപ്പോൾ ഇത്രയും മനുഷ്യത്വമില്ലാതൊരു പെരുമാറുന്ന രീതിയിലേക്ക് ഈ സർക്കാർ മാറിയോ? അതോ ആ ഒരു കുറ്റവാളികളാക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുടെ
മാതാപിതാക്കൾ, ആ ഒരു പിതാവൊക്കെ ഈ പാർട്ടിയിൽപ്പെട്ട ആളുകളായ കൊണ്ടാണോ അങ്ങനത്തെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തത്? ചോദിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യത്വത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് പറയുന്ന ഈ സർക്കാരും പാർട്ടിയും ഒക്കെ ചെയ്തത് ഏറ്റവും മൃഗീയമായിട്ടുള്ള ഒരു നടപടിയാണെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ കൂട്ടത്തൽ സംഭവത്തിലേക്ക് വരുവാണെങ്കിൽ ഫെബ്രുവരി 23-ാം തീയതിയാണ് ഇതിൻ്റെ എല്ലാം ഒരു ആരംഭം എന്ന് പറയുന്നത്. താമരശ്ശേരിയിലുള്ള ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ട്. 200-250 സ്റ്റുഡൻസ് ആണ് അവിടെ പഠിക്കുന്നത്. 8, 9, 10 ഈ ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് അവിടെ ട്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സെൻഡ് ഓഫ് പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും അവർ സംഘടിപ്പിക്കുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ട്യൂഷൻ ക്ലാസ്സിലും അങ്ങനെ സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും 10ാം ക്ലാസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് ടെൻഷൻ കാണും. അതുകൊണ്ട് തന്നെ അവരൊന്ന് റിലാക്സ് ആക്കി വിടാനൊക്കെ ഞാനും പഠിച്ചപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുകയാണ്. ഈ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നത് പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്, അല്ലാതെ എല്ലാവരും ഒരേ സ്കൂളുകളിൽ നിന്നുള്ള വ്യക്തികളല്ല. എന്തായാലും അന്നേ ദിവസം സെൻഡ് ഓഫ് ആ ഒരു ഡാൻസ് പ്രോഗ്രാം, ഒരു കൾച്ചറൽ ഈവന്റ് സംഘടിപ്പിക്കുമല്ലോ, അത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു താമരശ്ശേരിയിലുള്ള വ്യാപാര ഭവന്റെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ പല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അതായത് സ്കൂളുകളായിട്ടാണ് പിള്ളേർ അവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. അങ്ങനെ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവിടെ ഡാൻസ് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഡാൻസിന് പാട്ടിടണം. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫോണിൽ നിന്ന് കണക്ട് ചെയ്താണ് പ്ലേ ചെയ്യുന്നത്. പക്ഷേ ഫോൺ എയർപ്ലെയിൻ മോഡിലല്ലായിരുന്നു. അതേ സമയത്ത് കോൾ വരികയാണ്, അങ്ങനെ പാട്ട് കട്ടാകുകയാണ്. അതോടെ ഡാൻസ് നിലയ്ക്കുകയാണ് അല്ലേ. ആ ഒരു പാട്ട് സ്റ്റോപ്പ് ആയല്ലോ. അങ്ങനെ നിലച്ചപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമരശ്ശേരിയിലുള്ള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ കൂവുകയാണ്. ഈ കൂവുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ എല്ലാ പരിപാടികൾക്കും ഞാൻ ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളതാണ്. സ്റ്റുഡൻസിൻ്റെ എല്ലാ പരിപാടികൾക്കും ഇതുപോലെ ഡാൻസ് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂവലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ ഉന്തും തള്ളും കയ്യാങ്കളികളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെയും അതുപോലെ കയ്യാങ്കളി ഉണ്ടാകുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ്. ഒന്ന് MJ ഹയർ സെക്കൻഡറി സ്കൂളും മറ്റേത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുമാണ്. അങ്ങനെ രണ്ട് പിള്ളേരും അവിടെ കുറച്ച് തമ്മിത്തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് സംഭവിച്ചപ്പോഴേക്കും എന്തിനാണ് ഈ കൂവി എന്നും പറഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചപ്പോഴേക്കും ഈ ഒരു ട്യൂഷൻ സെന്ററിലെ അധ്യാപകർ ഇടപെട്ട് അത് പിരിച്ചുവിടുകയാണ്. അതിൽ പ്രധാനികളായിട്ടുണ്ടായിരുന്ന ഒരു 5 പേരെ ഈ അധ്യാപകർ തന്നെ സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു രക്ഷിതാക്കളെ അറിയിക്കുന്നുണ്ട്, ഇനി ഈ ട്യൂഷൻ സെന്ററിലേക്ക് വരേണ്ട, ക്ലാസ്സുകളൊക്കെ തീർന്നല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കുക, നമ്മൾക്ക് നേരിട്ട് വന്നോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഡയറക്റ്റ് വന്നോ, എങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യാം, എന്തായാലും ക്ലാസ്സിലേക്ക് വരേണ്ട, വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഫെബ്രുവരി 23-ാം തീയതി ഞായറാഴ്ചയാണ്. അതോടെ എല്ലാം കഴിഞ്ഞു എന്നാണ് ഈ ഒരു ട്യൂഷൻ സെന്ററിലെ അധ്യാപകരും ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് മറ്റൊരു വലിയ ഗൂഢാലോചന ആരംഭിക്കുക മാത്രമായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യം എന്തെന്നാൽ, മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയല്ലായിരുന്നു. ട്യൂഷൻ സെന്ററുമായിട്ട് ഷഹബാസിന് യാതൊരുവിധ ബന്ധവുമില്ല. മറിച്ച് അദ്ദേഹം MJ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതായത് ഈ MJ സ്കൂളിലെ സ്റ്റുഡൻസ് പരിപാടി അവതരിപ്പിക്കുമ്പോഴാണല്ലോ വൊക്കേഷണൽ സ്കൂളിലെ പിള്ളേർ കൂവിയിട്ടുണ്ടായിരുന്നത്. ആ MJ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ്. ഈ ട്യൂഷൻ സെന്ററുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. എന്തായാലും 23-ാം തീയതി രാത്രി ആയപ്പോൾ തന്നെ പിള്ളേർ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ്. പ്രതികാരം ചെയ്യണം അല്ലേ, പ്രതികാരം ചെയ്തിടണം ഇനി വൈകരുത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ പ്ലാനിങ് ആരംഭിക്കുകയാണ്. ആ ഒരു പ്ലാൻ ചെയ്ത ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഓഡിയോ, അതായത് അത്രത്തോളം മൃഗീയമായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അവരെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു പുന്നാരമോൻ്റെ, അതായത് മാതാപിതാക്കൾക്ക് അഭിമാനമായിട്ട് ജനിച്ച ഒരു വാഴവിത്തിന്റെ ശബ്ദ സന്ദേശമൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ പലരും ചോദിക്കും അവന്റെ പേരോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒന്നും കാണിച്ചുകൂടെ എന്നൊക്കെ അല്ലേ. നിയമവിരുദ്ധമാണ്. അതായത് ഒന്ന് ചിന്തിക്കുക, രാജ്യത്ത് നടുക്കിയ ഒരു കേസായിരുന്നു 2010 നിർഭയ കേസ്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 18 വയസ്സാകാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമുള്ള ഒരുത്തനായിരുന്നു. അവന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടോ? അവന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? ബാക്കി എല്ലാവരും തൂക്കിലേറ്റി. ഇവന് 3 വർഷം മാത്രം തടവും കൊടുത്ത് പുറത്തിറക്കി വിട്ടു, തയ്യൽ മെഷീനും കൊടുത്ത്. അപ്പോൾ നിയമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് സാധിക്കാത്തതെന്ന് ആദ്യമേ പറഞ്ഞോട്ടെ. എന്തായാലും 23-ാം തീയതി നടന്ന സംഭവത്തിന് ശേഷം ഈ ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലൂടെയുള്ള പ്ലാനിംഗ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ കൂട്ടത്തിൽ സംഭവിക്കുന്നത് 27-ാം തീയതിയാണ്, വ്യാഴാഴ്ച. അന്ന് ഈ ഒരു കുട്ടികൾ ഗ്രൂപ്പിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് നമ്മൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ താമരശ്ശേരിയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വരാനായിരുന്നു ഈ ഗ്രൂപ്പുകളിലൂടെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ രണ്ട് സ്കൂളിലെയും വിദ്യാർത്ഥികൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് ആയിരുന്നു. മറ്റേവർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവരവിടെ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ചിട്ട് ഈ പ്രശ്നവും കയ്യാങ്കളിയൊക്കെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ കടക്കാരൊക്കെ ഇടപെട്ടിട്ട് ഈ വിദ്യാർത്ഥികളെ അവിടുന്ന് അനുനയിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. പക്ഷേ പുറത്തിറങ്ങി റോഡിലായിരുന്നു ആ ക്രൂരമായിട്ടുള്ള സംഭവം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിൽ മുഹമ്മദ് ഷഹബാസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഹമ്മദ് ഷഹബാസ് ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് ഉൾപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ പേര് മാത്രമാണ്. ട്യൂഷൻ സെൻ്ററുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. മുഹമ്മദ് ഷഹബാസ് വീട്ടിൽ പെയിന്റ് അടി നടക്കുന്ന കാരണം അവിടെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് പലഹാരമൊക്കെ മേടിക്കാൻ പറഞ്ഞ് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കാലനെ പോലെ ഇവന്റെ ഒരു സുഹൃത്ത് സ്കൂട്ടറുമായിട്ട് വരുന്നത്. ഷഹബാസ് ഒരു പ്രശ്നമുണ്ട്, നീ വന്നോന്നും പറഞ്ഞിട്ട് ഷഹബാസിനെ സ്കൂട്ടർ കയറ്റി കൊണ്ടുപോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക,
ട്യൂഷൻ സെൻ്ററുമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ പ്രശ്നമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പാവം പയ്യൻ. നാട്ടുകാർക്കൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ഷഹബാസ്. അവിടുത്തെ നാട്ടുകാരൊക്കെ, അയൽവക്കക്കാർ ആ ചേച്ചിയൊക്കെ വിങ്ങിപ്പൊട്ടി പറയുന്നൊരു കാര്യമുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു അല്ലേ. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ ഒരു ആക്രമണത്തിന് അവൻ ഇരയാക്കപ്പെടുന്നത്. ഈ വിളിച്ചുകൊണ്ട് പോയവനെ ഇതിൻ്റെ അകത്ത് പ്രതിയേർത്ത് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ ഒന്നും അറിയാത്ത നിങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലി എന്താണെന്ന് വെച്ചാൽ ഈ എന്തിന് ഇവനെ ബലിയാടാക്കി. അങ്ങനെ അവിടെ എത്തിച്ചേരുകയാണ്. അവിടെ എത്തിച്ചേർന്നിട്ട് പിന്നെ അങ്ങോട്ട് സംഭവിച്ചത് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ഞെട്ടേണ്ട മറ്റൊരു ഫാക്റ്റ്, അതായത് ട്യൂഷൻ സെൻറ്ററിൽ അടിയുണ്ടായല്ലോ, അതിൽ ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഭൂരിഭാഗം പേര് ഇവിടെ ഇല്ല. അതായത് ആ ഒരു അടിയിലുണ്ടായിരുന്ന 5 or 6 പേരെ മാത്രമേ നമ്മളുടെ ട്യൂഷൻ സെൻറ്ററിലെ അധ്യാപകർ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ സ്കൂളിലുള്ള പിള്ളേരായിരുന്നു. ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്നവരല്ല, മറ്റ് വിദ്യാർത്ഥികൾ ഒക്കെയായിരുന്നു അവിടെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്, ഷഹബാസിനെ പോലുള്ളവർ. അങ്ങനെ ഇതിൽ ഷഹബാസ് വരികയാണ്. ഷഹബാസിനെ അവർ മർദ്ദിച്ചത് ഈ നഞ്ചക്ക് എന്ന് പറയുന്ന ഒരു ആയുധം കൊണ്ടാണ്. നമുക്കറിയാം എന്താണ് നഞ്ചക്ക് എന്നല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്വിങ് ചെയ്താണെന്ന് കൊള്ളുന്നതെങ്കിൽ അത്രത്തോളം ഫോഴ്സാണ് തലയിലത് ഏൽപ്പിക്കുക. പണ്ട് ബാബു ആൻ്റണി പറയുന്ന ഒരു ക്ലിപ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത്, തലയോട്ടി പൊട്ടാൻ എത്ര മതി എന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് കൊണ്ട് ആ തലയോട്ടി പൊട്ടുകയാണ്. തലയോട്ടി പൊട്ടാൻ അത്രത്തോളം ഫോഴ്സ് അവിടെ ആവശ്യമാണ്. അങ്ങനെ തലയോട്ടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് അറിയാം, അകത്ത് ബ്ലീഡിങ്, ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഈ ചെവിയുടെ ഇവിടുത്തെ എല്ല് പൊട്ടിയിട്ടുണ്ട്, മൊത്തം മുഖത്തൊക്കെ മൊത്തം പരിക്കൊണ്ട്, നെഞ്ചിൽ പരിക്കൊണ്ട്. അപ്പോൾ ക്രൂരമായിട്ടാണ് ഷഹബാസിനെ അവർ കൊല്ലുന്നത് അല്ലേ. അങ്ങനെ അവശനായ നിലയിലാണ് ഈ സുഹൃത്ത് ഷഹബാസിനെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. അവിടുന്ന് ഈ പോരുമ്പോൾ തന്നെ ഷഹബാസ് ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അവശ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകാരൻ ഷഹബാസിന്റെ വീട്ടിലാക്കുന്നത്, തൊട്ട് അയൽവക്കത്തുള്ള വീട്ടിലാണ് ആക്കുന്നത്. കാരണം വീട്ടിലേക്ക് കയറി ചെന്നാൽ വീട്ടുകാർ ചോദിക്കത്തില്ല എന്താണ് സംഭവം, എൻ്റെ മോൻ ഇവിടെ ഇങ്ങനെ അല്ലല്ലോ പോയെന്ന് ചോദിക്കത്തില്ല, ഉത്തരം പറയേണ്ടി വരുമല്ലേ. അതുകൊണ്ട് തന്നെ അയൽവക്കത്തെ വീട്ടിലാക്കി. അങ്ങനെ അയൽക്കാരൻ വന്ന് നോക്കുമ്പോഴേക്കും ഷഹബാസ് ആ ഒരു ചാരുപടിയിൽ ഇങ്ങനെ അവശനായിട്ട് ഇങ്ങനെ ഇരിക്കുകയോ കിടക്കുകയോ മറ്റോ ആണ്. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പതുക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്ന് നേരെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ തല പെരുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്, വായിൽ നിന്ന് നുരയും പതയും പോലത്തേക്ക് ഒരു സാധനം വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കുഴയുന്നു. അപ്പോൾ ഓർമ്മ പോകുന്നത് പോലെ ആയിട്ടുള്ള പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്, പെട്ടെന്നൊന്നും തിരിച്ചറിയാത്ത പോലെ. കാരണം ബ്രെയിനാണ് ഡാമേജ് പറ്റിയിരിക്കുന്നതല്ലേ. അപ്പോൾ ആദ്യം അവിടെയുള്ളൊരു ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, താമരശ്ശേരി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു സംഭവം കുറച്ച് സീരിയസ് ആണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്രെയിനിന് ക്ഷതമേറ്റിട്ടുണ്ട്, തലയോട് പൊട്ടിയിട്ടുണ്ട്, ബ്രെയിനിന് ക്ഷതമേറ്റിട്ടുണ്ട്, അകത്ത് ഹെമറേജ് ഉണ്ട്, അതായത് അകത്ത് രക്തസ്രാവമുണ്ട്, പിന്നെ ഒരുപാട് എല്ലിന് പൊട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രെയിൻ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് സർജറി ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പറയുകയാണ്. അന്നേ ദിവസം രാത്രി 12:30 കൂടിയിട്ട് ഷഹബാസ് ജീവൻ വെടിയാണ്. ആ പാവം പയ്യൻ, നിഷ്കളങ്കനായിട്ടുള്ള, വീട്ടിൽ പെയിന്റ് പണിയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആ പയ്യന്റെ ജീവനാണ് വെടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഷഹബാസിനെ മർദ്ദിച്ച ഏകദേശം 15 പേരോളം ഉണ്ട്. പക്ഷേ അതിൽ മുൻനിരയിൽ മർദ്ദിച്ച 5 പേരെയാണ് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോലീസിന് എന്താ ചെയ്യാൻ പറ്റുക, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ സാധാരണ 18 മുകളിൽ ഉള്ള ഒരാളാണെങ്കിൽ ചെയ്യുന്ന നടപടികൾ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ എന്തായാലും പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കി അവരെ നിലവിൽ ജുവനൈൽ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഇനി അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിൽ, അല്ലെങ്കിൽ ജാമ്യം എന്ത് പ്രൊസീജിയറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ പുറത്തിറങ്ങും. പിന്നെ ശിക്ഷ ഒക്കെ വിധിച്ചാൽ വിധിച്ചു. ഇനി പരമാവധി എത്ര ശിക്ഷ ഇവർക്ക് കിട്ടും, ക്രൂരമായിട്ടുള്ള, അതായത് ഒരു 100 പേരെ കൊന്നു കഴിഞ്ഞാൽ പോലും 3 വർഷം തടവ് കിട്ടുമെന്നും പറയുന്ന ഒരു അത്രത്തോളം ഒരു മണ്ടൻ ശിക്ഷ രീതി അവർക്ക് അതേ ജുവനൈൽ ഹോമിലിരുന്ന് ഇന്ന് SSLC പരീക്ഷ എഴുതാൻ പറ്റി. അവർ മൈനർ ആയതുകൊണ്ട് തന്നെ അവരുടെ പേരോ വിവരങ്ങളോ ഒന്നും മുഖ്യധാര മാധ്യമങ്ങൾക്കോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വലിയ നിയമവിരുദ്ധമായിട്ട് നമ്മൾ അകത്ത് പോയി കിടക്കേണ്ട, അതായത് ഒന്നും പറയാത്ത ഞാൻ അകത്ത് പോയി കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെയാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് നമുക്ക് മാറേണ്ട ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. പണ്ട് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരാൻ കാരണം എന്താണ്, അതായത് കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ ചെയ്യുന്ന ക്രൈമിന് അത്രത്തോളം സീരിയസ്നെസ് ഉണ്ടാവില്ല, ചിലപ്പോൾ അറിയാതെ പറ്റുന്നതായിരിക്കാം തുടങ്ങിയ സംഭവങ്ങളൊക്കെ പരിഗണിച്ചാണല്ലോ. അതായത് മെച്യൂരിറ്റി ഇല്ല, കുട്ടികളാണ് എന്നുള്ള പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ആക്ട് വരുന്നത് അല്ലേ. പക്ഷേ ഈ പക്വത ഇല്ലാത്ത കുട്ടികളാണോ ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് തുടങ്ങി പ്ലാൻ ചെയ്തിട്ട് അതിനകത്ത് പറയുന്ന കേൾക്കണം, അവൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പിടിച്ചിട്ടുണ്ട്, അവൻ്റെ കണ്ണൊന്നും അവിടെ ഇല്ല, ഷഹബാസിനെ ഞാൻ കൊല്ലും എന്നൊക്കെ കൃത്യമായിട്ട് ആ ഗ്രൂപ്പിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇത്രയും ഒരു ഗ്രൂപ്പ് തുടങ്ങി പ്ലാൻ ചെയ്ത്, അതായത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന, ആസൂത്രണം, ഒരാളെ കൊല്ലാനുള്ള ഉദ്ദേശം, കൊലപാതക ശ്രമം, കൊലപാതകം എന്നൊക്കെയുള്ള വകുപ്പുകൾ ചാർത്താൻ പറ്റുന്നിടത്ത് ഇവർ കുട്ടികളായിട്ട് ഇവരെ പരിഗണിച്ച് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ശിക്ഷ മാത്രമാണോ കൊടുക്കേണ്ടത്? അല്ല. പല രാജ്യങ്ങളും, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് UK, USA, ഫ്രാൻസ് പോലുള്ള പല രാജ്യങ്ങളും കുട്ടികൾ, അതായത് 18 വയസ്സ് താഴെയുള്ളവർ ചെയ്യുന്ന എക്സ്ട്രീം ആയിട്ടുള്ള ക്രൈം ഉണ്ടല്ലോ, ഇതുപോലുള്ള ബ്രൂട്ടൽ കൊലപാതകങ്ങൾ, റേപ്പുകൾ, അതുപോലെ തന്നെ ഹോമിസൈഡ്, വീട്ടിൽ അച്ഛനമ്മമാരെ കൊല്ലുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ഇവരെ അഡൾട്ടായിട്ട്, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പരിഗണിച്ച് ശിക്ഷ കൊടുക്കുന്ന നടപടികൾ അവിടെയുണ്ട്. അതെന്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നില്ല? പണ്ടത്തെ പോലെ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളല്ല, ഇന്ന്
ഒരു പറ്റം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയല്ല പറയുന്നത്, ഒരു പറ്റം കുട്ടികൾ ഏറ്റവും വലിയ തലതെറിച്ചവന്മാരായിട്ട് വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാറ്റിയില്ലെങ്കിൽ ഇവർ ഈ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് മുതലെടുക്കും. അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ആൾക്കൂട്ട ആക്രമണത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കേസ് തള്ളിൽ പോകത്തില്ല, നിഷ്കളങ്കരാണോ ഇവർ, അത് പക്വതയില്ലാത്തവരാണോ, അല്ല, അത്രത്തോളം ബോൺ ക്രിമിനൽസ് ആണ് ഇവർ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാറ്റാനുള്ള ഒരു എന്തെങ്കിലും നടപടി ഈ രാജ്യത്ത് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അതും നമ്മൾ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇവിടെ നിലനിൽപ്പുണ്ട്. ഈ കേസ് അവിടെ നിൽക്കട്ടെ. 2025 ജനുവരി 1 നമ്മൾ കണി കണ്ടുണർന്ന വാർത്ത എന്താണ്? അതായത് പുതുവർഷമാണ്, പുത്തൻ പുലരിയാണ്, നമ്മൾ പുതിയ പ്രതീക്ഷകളോടെയൊക്കെയാണ് കണ്ടുവരുന്ന വാർത്തകളൊക്കെ നോക്കുന്നത് അല്ലേ. അന്ന് കണ്ട വാർത്ത അതിഭീകരമായിരുന്നു. അതായത് ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ള 2 പിള്ളേർ തൃശ്ശൂർ റൗണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് രാത്രിയിൽ, അതായത് ഇവർ കഞ്ചാവ് ഉപയോഗിക്കുകയും മറ്റൊരു പെണ്ണ്, ഒരു മൈനറായിട്ടുള്ള പെണ്ണുമായിട്ട് എന്തോ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഒരു 35 മറ്റു വയസ്സുള്ള ഒരു വ്യക്തി കാണുകയാണ്. ആ വ്യക്തി ചോദ്യം ചെയ്യുകയാണ്. കഞ്ചാവ് ഉപയോഗിച്ചാൽ ചോദ്യം ചെയ്യും, അതായത് മൈനറായിട്ടുള്ള പെൺകുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും, കാരണം രണ്ടും ഭയങ്കര നിയമവിരുദ്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണല്ലേ. അത് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തപ്പോൾ സാധാരണയൊക്കെ എന്താ സംഭവിക്കുക, താൻ പോടോന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഞങ്ങൾക്ക് ഓടും, പേടിയാണ്. പക്ഷേ ഈ പിള്ളേർ എന്താ ചെയ്തത്? ഈ പിള്ളേർ കത്തിയായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, കത്തിയായിട്ട് നടന്നു ഈ ഒരു വ്യക്തിയെ, അതായത് ഈ ഒരു 35 വയസ്സുള്ള വ്യക്തി 2 പിള്ളേരും കൂടെ ചേർന്ന് കുത്തിക്കീറി കൊന്നു കളയുകയാണ്. പറയുമ്പോൾ ഭീകരത നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതാണ് സംഭവിച്ചത്. 2 15 വയസ്സുള്ള 15 14 വയസ്സുള്ള പിള്ളേർ ചെയ്ത കാര്യമാണിത്. എത്ര ഭീകരം! ന്യൂ ഇയർ രാവിലെ ഞാൻ കണ്ടുണർന്ന വാർത്ത ഇതാണ്. 2 പിള്ളേർ ചേർന്ന് ഒരു 35 വയസ്സുള്ള വ്യക്തിയെ കുത്തി കൊന്നു കളഞ്ഞു എന്നും പറഞ്ഞിട്ട് തൃശ്ശൂര്. ഇവിടെ കുട്ടികൾക്കിടയിലുള്ള ക്രൈം കൂടി വരികയാണ്. ആ പിള്ളേർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ പിള്ളേർ ഇപ്പോൾ സുഖമായിട്ട് പുറത്തിറങ്ങി നടപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എത്ര ശിക്ഷ അവർക്ക് കിട്ടും? ഒന്നും സംഭവിക്കില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ ചെയ്യുന്ന ക്രൈം കൂടി വരികയാണ്. കുട്ടികൾ പണ്ടത്തെ പോലെ നിഷ്കളങ്കരല്ല. അത്രത്തോളം ആസൂത്രണം ചെയ്ത് കൊലപാതകം നടപ്പിലാക്കാൻ ശേഷിയുള്ള ക്രിമിനൽ മൈൻഡഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ നിയമങ്ങൾ മാറേണ്ടത് അനിവാര്യമല്ലേ? അടുത്ത കാര്യം, വയലൻസ് നിറഞ്ഞ സിനിമകൾക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിന് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം പറയുവാണെങ്കിൽ എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള സിനിമകൾക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ്. കുട്ടികളിലുള്ള സഹാനുഭൂതിയെ, എംപതിയെ നശിപ്പിക്കും. അതുപോലെ തന്നെ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം അത് വളർത്തും. അഗ്രസീവ്നെസ് കുട്ടികൾ കൂടുതലായിട്ട് കാണിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാ പഠനങ്ങളും ഒരേപോലെ സ്റ്റേറ്റ് ചെയ്യുന്നത് ഈ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കില്ല എന്ന് പറയാനായിട്ട് ശാസ്ത്രീയമായിട്ട് സാധിക്കില്ല. ഇനി എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ്, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ പറയാം. ഒരുപക്ഷെ നിങ്ങളുടെയും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ശാസ്ത്രീയമല്ല. ശാസ്ത്രീയവശം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. അതായത് ഞാനൊക്കെ ഒരുപാട് വയലൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെറുപ്പം മുതലേ കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഈ പഠനങ്ങളെല്ലാം പറയുന്നത് ഈ വയലൻറ്റ് മൂവീസും അതുപോലെ തന്നെ ഗെയിംസുമാണ്. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ GTA Vice City കളിച്ചാണ് വരുന്നത്. ഒരാളെ ക്രൂരമായിട്ട് കൊല്ലുക, അറുത്ത് കൊല്ലുക, ഇതെല്ലാം നമ്മൾ കളിച്ചാണ് വരുന്നത്. നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ വയലൻറ്റ് സിനിമകളും വയലൻറ്റ് ഗെയിംസൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇതിൽ എത്ര പേര് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കുവാണെങ്കിൽ ഇല്ല, നമ്മളത് കണ്ട് ഉപേക്ഷിക്കുന്നു അല്ലേ. ഇതാണ് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഭൂരിഭാഗം പേരുടെ കേസുകളുടെ അവസ്ഥ ഇതാണ്. പക്ഷേ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അതേസമയത്ത് ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പഠനത്തെ മുൻനിർത്തിയിട്ട് നമുക്ക് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. അതാണല്ലോ ശാസ്ത്രീയ വശമല്ലേ. ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനത്തെയൊക്കെ സിനിമയൊക്കെ ഇറക്കി സമൂഹത്തെ നശിപ്പിക്കരുതേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. ഇവിടെ സിനിമ എന്ന് പറയുന്ന ഒരു കല ഉണ്ടായത് മുതൽ സമാനമായിട്ടുള്ള ഒരുപാട് സിനിമകൾ, സീരീസുകൾ അല്ലെങ്കിൽ ഗെയിംസും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ വളർത്തുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും എങ്ങനെയാണ് ആ കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്നത് എന്നുള്ളത് അല്ലേ. ഇവിടെ ലക്ഷോപലക്ഷം കുട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് കുട്ടികൾ ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. അതിൽ എത്ര കുട്ടികൾ ക്രൈം ചെയ്യുന്നുണ്ട്? എന്തോരം കുട്ടികൾ ഇതുപോലത്തെ ഗെയിം കളിക്കുന്നു. വൈസ് സിറ്റി പോലുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരാളെ അറുക്കിയോ വെടിവെച്ച് കൊല്ലുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലേ. ഇതൊക്കെ കണ്ടിട്ട് എത്ര കുട്ടികൾ ക്രൈമിലേക്ക് പോകുന്നുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറവല്ല. അതിൻ്റെ അകത്ത് കുറച്ച് കുട്ടികൾ മാത്രമാണല്ലേ. അപ്പോൾ അവിടെ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ആവശ്യമാണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നല്ലതുപോലെ വളർത്തുക, അല്ലാതെ കണ്ട സിനിമ കാരണം ഇങ്ങനെ അവനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവൻ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് സാഹചര്യമാണ് അവനെ അതിലേക്ക് നയിച്ചത് എന്ന് കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അവൻ വളർന്നു വരുന്ന സാഹചര്യം, അവൻ്റെ ഉള്ളിൽ എന്തൊക്കെ ട്രോമകളുണ്ട്. ഇപ്പോൾ മറ്റേവൻ 5 പേരെ കൊന്നല്ലോ, അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ട്രോമകളൊക്കെ ഉണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വളർന്നു വരുന്ന സാഹചര്യം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതൊക്കെ പരിശോധിക്കാതെ കംപ്ലീറ്റ് സിനിമകളാണെന്നുള്ള രീതിയിലേക്ക് ബ്ലെയിം ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ ഒരിക്കലും സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് എൻ്റെയൊക്കെ സ്കൂൾ കാലത്ത് അല്ലെങ്കിൽ അതിനേക്കാളും മുമ്പുള്ള തലമുറയുടെയൊക്കെ കാലത്ത് നല്ലതുപോലെ അടിച്ചു പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അധ്യാപകരെ നമുക്ക് ഭയമുണ്ട്, ബഹുമാനമുണ്ട്, അവരോട് കുറച്ച് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരു പ്രത്യേക റെസ്പെക്റ്റും തോന്നാറുണ്ടല്ലേ. അപ്പോൾ അടിച്ചു പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു സംഭവത്തോട്
കാര്യങ്ങളോടല്ല ഞാൻ യോജിക്കുന്നത്. അത് തിരികെ കൊണ്ടുവരണം എന്നും അല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാൻ ഒരു ഫിസിക്കൽ അബ്യൂസിനെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുമില്ല. പക്ഷേ മറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, കുട്ടികളെ ശാസിക്കാനുള്ള, അതായത് ഗുണദോഷിക്കാനുള്ള ഒരു അധികാരം അധ്യാപകർക്ക് വേണ്ടേ? ആ വഴിതെറ്റി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ, എടാ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടികൾ ഞാൻ എടുക്കും, നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഗവൺമെൻറ് അധ്യാപകർക്കിടയിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് വളരെ നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്. പല ടീച്ചേഴ്സും പറയുന്നൊരു കാര്യമാണ്, അങ്ങനെ ശാസിക്കുകയോ ഗുണദോഷിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ ഒരു പകയുണ്ടാകുകയും ഈ സമൂഹ മാധ്യമങ്ങളുടെയും സിനിമകളുടെയൊക്കെ സ്വാധീനം മൂലം ഇവർ, അതായത് ഒരുപാട് കേസുകൾ ഇവർ കാണുന്നുണ്ട്. അധ്യാപകർക്കെതിരെ പരാതി ഉന്നയിച്ചു, അധ്യാപകൻ അകത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ ഇവൻ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇവനറിയാം ഈ അധ്യാപകർക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പെടും, കാരണം ഗവൺമെൻറ് സെക്ടർ ആണല്ലേ. അപ്പോൾ അധ്യാപകർക്കെതിരെ മെൻ്റലി അബ്യൂസ് ചെയ്തു, മാനസികമായിട്ട് ഉപദ്രവിച്ചു, വ്യാജ പോക്സോ കേസ് അധ്യാപകർക്കെതിരെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ മാത്രം കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് പേഴ്സണലി അറിയാം. എന്നിട്ട് അധ്യാപകൻ നാട് വിട്ടുപോയി, അധ്യാപകൻ ആത്മഹത്യയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെയുണ്ട്. അതായത് കുട്ടികളെ ഗുണദോഷിക്കുകയോ ശാസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടനെ പോയിട്ട് ചൈൽഡ് ലൈനിലേക്ക് ഫോണിൽ വിളിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. കുട്ടികൾ നൽകുന്ന കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ശക്തമായിട്ട് തന്നെ പരിഗണിക്കും. ഇനി എന്തെങ്കിലും അതിൻ്റെ അകത്ത് അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജോ അല്ലെങ്കിൽ സെക്സ് കണ്ടന്റോ ഒക്കെ കയറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്സോയാണ് ചാർജ് ചെയ്യുന്നത്. 40 ദിവസം അകത്ത് കിടക്കാതെ ജാമ്യം പോലും കിട്ടൂല, 40 ദിവസം കിടക്കണം മിനിമം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അധ്യാപകർ നിസ്സഹായരാണ്. എന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് അവർക്ക് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം എന്തിനാണ് നമ്മുടെ തടി കേടാക്കുന്നതെന്ന് അങ്ങനെ ചിന്തിക്കും. കാരണം കുട്ടികളെ ഗുണദോഷിച്ചാൽ അവർ കേസ് കൊടുത്ത് ഞാനകത്ത് പോകും. അതിനേക്കാൾ നല്ലത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുക മാത്രമല്ല, കുട്ടികളെ നേർവഴിക്ക് നടത്തുക എന്ന് പറയുന്ന ഒന്നും കൂടെ ഉണ്ട്. പക്ഷേ അതിന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണി വരുന്ന സാഹചര്യത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രം ചെയ്യുക എന്നൊരു സ്റ്റാൻഡാണ് പല അധ്യാപകർ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെയും മാറേണ്ടത് ആ ഒരു നിയമങ്ങളാണ്. അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളുടെ പരാതികളെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള രീതിയാണ്. അധ്യാപകർക്കെതിരെ എന്തെങ്കിലും പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പരിശോധിച്ച ശേഷം മാത്രം നടപടിയെടുക്കുക. അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് ഒരുപാട് പരാതി കൊടുക്കും, അതിൻ്റെ പേരിലൊക്കെ അധ്യാപകർക്കെതിരെ നടപടി എടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തലതെറിച്ച സമൂഹമായിരിക്കും ഇവിടെ വളർന്നു വരാൻ പോകുന്നത്. ഗുണദോഷങ്ങളും ശാസനകളും ഒക്കെ ഒരു പരിധിവരെ വേണം. മെൻ്റൽ അബ്യൂസ് ആയിട്ടുള്ള നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അധ്യാപകർക്ക്. അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ നമുക്ക് ഒരു പുതിയ നല്ലൊരു തലമുറ എങ്ങനെയാണ് വാർത്തെടുക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കത്തില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും പുതിയൊരു തലമുറയെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻസ്പിറേഷൻ മാഡം, പ്ലീസ് സൈനിങ് ഔട്ട്.